ഹലോ, വെൽക്കം ടു CMS. ഇന്ന് തൊട്ട് നമ്മൾ എക്സലിൻ്റെ ക്ലാസ്സസും ഈ ചാനലിൽ പോകുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഡാറ്റ എൻട്രിയിൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ, നെയിം, ഏജ്, ഫീമെയിൽ ഓർ മെയിൽ, ആ ഒരു കാര്യം കണ്ടില്ലേ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എങ്ങനെ ഡാറ്റാസ് എങ്ങനെ ഇപ്പോൾ നിത്യ 22 മെയിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് അങ്ങനെ പോകണം ഹരി. അപ്പോൾ അതിലേറെ ഏറ്റവും സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിവിടെ കളർ കൊടുക്കുകയാണ് ഹെഡിങ് ആയിട്ടുള്ള. ഇപ്പോൾ നെയിം, ഏജ്, ഫീമെയിൽ ഓർ മെയിൽ, അതിനിപ്പോൾ കളർ കൊടുത്തു, അതേപോലെ ബോൾഡ് കൊടുത്തു. അതെഴുതി അതൊന്നും ഇതായിട്ട് ബന്ധമല്ല കേട്ടോ. ഇപ്പോൾ ഫസ്റ്റത്തെ ഇപ്പോൾ എന്ത് കൊടുത്താലും അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഡാറ്റ എഴുതുകയാണ്. ഏതൊക്കെ ഇപ്പോൾ മനു 53 മെയിൽ, പിന്നെ അതേപോലെ തന്നെ ഫർഹ 21 ഫീമെയിലിൻ്റെ F എന്നൊക്കെ ഇട്ടു. അപ്പോൾ അതിങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പൂരം അറിയണം, ഭയങ്കര ടാസ്ക്കാണ്. കാരണം എൻ്റർ അടിച്ചാൽ നേരെ നെയിമിൻ്റെ അങ്ങോട്ടല്ലേ വരിക. ഇപ്പോൾ ഫീമെയിൽ ഓർ മെയിലിൻ്റെ അവിടെ നിന്ന് നേരെ എൻ്റർ അടിച്ചാൽ അങ്ങനെ വരില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, നമുക്ക് ആദ്യം എവിടെ നിന്നാണ് നെയിം, ഏജ്, ഫീമെയിൽ ആ ഒരു ഭാഗമാണ് ഫസ്റ്റ് ടോപ്പിക് ടൈറ്റിലായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ എടുക്കുക. ശരിക്കും ആ ഒരു ഫുള്ള് ഡ്രാഗ് ചെയ്യണം കേട്ടോ. അത് ഫുള്ള് സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഇടയിൽ വെച്ച് ഇട വരെ വന്നിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഫുള്ള് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സെലക്ട് ചെയ്തിട്ട് Ctrl+D+O ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെയിമിൻ്റെ ഭാഗത്ത് നമുക്ക് ഏത് നെയിമാണ് വേണ്ടത് വെച്ച് ടൈപ്പ് ചെയ്യുക. ഏജിൻ്റെ ഭാഗത്ത് ഏതാണ് വേണ്ടത് വെച്ച് ടൈപ്പ് ചെയ്യുക. ഫീമെയിൽ ഓർ മെയിലിൻ്റെ ഭാഗത്ത് ഏതാ വെച്ചാൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ന്യൂ എന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിവിടെ നെയിമിൻ്റെ ഭാഗത്ത് മനു, ഏജ് ഞാനിപ്പോൾ കൊടുത്തത് 32, പിന്നെ ഫീമെയിൽ ഓർ മെയിലിൻ്റെ ഭാഗത്ത് മെയിൽ എന്ന് കൊടുത്തു. എന്നിട്ട് ന്യൂ പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. വന്നിട്ടില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ഞാൻ നീതു, പിന്നെ 21 ഫീമെയിൽ ഓർ മെയിലിൻ്റെ ഭാഗത്ത് ഞാൻ F എന്ന് കൊടുത്തു. എന്നിട്ട് ന്യൂ എന്നൊക്കെ. ഓക്കെ, നീതു ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ മനു വരാത്ത സ്ഥിതിക്ക് നമുക്ക് ഒന്നും കൂടെ മനു ഒന്ന് ടൈപ്പ് ചെയ്യാം. മനു, പിന്നെ ഏജിൻ്റെ ഭാഗത്ത് ഞാൻ 32, ഫീമെയിൽ ഓർ മെയിലിൻ്റെ ഭാഗത്ത് മെയിൽ M എന്ന് കൊടുത്തു, ന്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് പോരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതേപോലെ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടോപ്പ് തൊട്ട് നമ്മൾ തുടങ്ങണം എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഞാൻ ഈ ടേബിളിൻ്റെ ഹരി തൊട്ടാണ്, ഹരി 13 മെയിൽ അവിടെ തൊട്ടാണ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ Alt+D+O പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എറർ വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ടേബിളിൻ്റെ ഫസ്റ്റ് പോർഷന് വെച്ച് തുടങ്ങണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഓക്കെ, എന്നാലേ പറ്റുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നെയിം, ഏജ്, ഫീമെയിൽ ഓർ മെയിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആണ് നമുക്ക് പേര് വേണ്ടതെന്ന് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്താലും അതും കഴിയൂല. ഓക്കെ, ലാസ്റ്റിക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരലേ നടക്കുള്ളൂ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ മുർഷി വരെയാണ് സെലക്ട് ചെയ്ത്. എന്നിട്ട് Alt+D+O പ്രസ് ചെയ്തിട്ട് അവിടെ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ വരില്ല. അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ന്യൂ പ്രസ് കാണിച്ചു തരാം. മനു എസ് ടൈപ്പ് ചെയ്തു, ന്യൂ പ്രസ് ചെയ്തു. ഒരു മിനിറ്റ്, ഫസ്റ്റത്തെ എന്തായാലും വരില്ല. ന്യൂ പ്രസ് കണ്ടില്ലേ ഇവിടെ എറർ വന്നത് കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡാറ്റ എൻട്രിയിൽ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.